ഓപ്പറേഷൻ സിന്ധുവിന്റെ തുടർച്ചയായി ഇനി എന്ത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എല്ലാ സാഹചര്യവും നേരിടാൻ നമ്മുടെ രാജ്യം സജ്ജമാണ്. അതിർത്തിയിൽ മാത്രമല്ല, നയതന്ത്ര തലത്തിലും വലിയ വലിയ നീക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോഴത്തെ സർവകക്ഷി യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നു. സർവകക്ഷി യോഗത്തിന് മുന്നോടിയായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നതടക്കമുള്ള പുതിയ അപ്ഡേറ്റുകൾ രാജ്യ തലസ്ഥാനത്ത് നിന്ന് വരികയാണ്. പി ബസന്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം രാജ്യത്തിനൊപ്പം ഒറ്റക്കെട്ടായി ഞങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ കൂടെ ഉണ്ടാകുമെന്ന നിലപാട് അറിയിച്ചതാണ്. സ്വാഭാവികമായും ഓപ്പറേഷൻ സിന്ദൂറിൽ എന്തൊക്കെ സൈനിക നടപടികൾ സൈന്യം സ്വീകരിച്ചു എന്നറിയാൻ ജനാധിപത്യ കക്ഷികൾക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. അത് അറിയിക്കുകയാണ് സർവകക്ഷി യോഗത്തിലൂടെ. അതോടൊപ്പം തന്നെ ഇന്ന് ഒരുപക്ഷെ നടക്കാനിരിക്കുന്ന അതിർത്തിയിലെ കാര്യങ്ങൾ, ആ അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് NSAയും അതോടൊപ്പം തന്നെ ഹോം സെക്രട്ടറിയും നൽകുന്നത്. സർവകക്ഷി യോഗം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും അതോടൊപ്പം തന്നെ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹനും പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളത്. സർവകക്ഷി യോഗവും ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതായത് ഇതിൻ്റെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് സർവകക്ഷി യോഗത്തെ സർക്കാർ അറിയിക്കും. അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക്, അതായത് വളരെ സാങ്കേതികത്വമുള്ള കാര്യങ്ങളിലേക്കൊന്നും പോയില്ല. പുറത്ത് പറയാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവരറിയിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ചേർന്ന സർവകക്ഷി യോഗത്തിലും സർക്കാർ അവിടെ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച്, അവിടെ ഉണ്ടായ പാളിച്ചകളെക്കുറിച്ച്, സുരക്ഷാ വീഴ്ചകളെക്കുറിച്ചൊക്കെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ വലിയ തോതിൽ ഒരു സൈനിക നടപടി അവിടെ നടത്തുന്നു. ഭീകരരുടെ ക്യാമ്പുകൾ തകർക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അത് പ്രധാനപ്പെട്ട ജെയ്ഷെ മുഹമ്മദിൻ്റെ, ലഷ്കറിൻ്റെ തന്നെ അവരുടെ വലിയ കേന്ദ്രങ്ങളൊക്കെ തന്നെ തകർത്ത ഒരു പശ്ചാത്തലം കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗത്തെ സമീപിക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ടത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ രാഷ്ട്രങ്ങളിലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായി അജിത് ഡോവൽ നടത്തിയിട്ടുള്ള ചർച്ചകളുടെ വിവരങ്ങളൊക്കെ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയുമായി പങ്കുവെക്കും. ലോകരാഷ്ട്രങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പറയും. പാകിസ്ഥാൻ NSAയുമായി നടത്തിയിട്ടുള്ള ചർച്ചയിലെ വിവരങ്ങളും ഒക്കെ തന്നെ പങ്കുവെക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. ആഭ്യന്തര സെക്രട്ടറിയും ഇപ്പോൾ പ്രത്യേകമായി പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. ശരി, പി ബസന്താണ് ഡൽഹിയിൽ നിന്നുള്ള പുതിയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.